50 വർഷത്തിലേറെയായി തമിഴ്നാട് രാഷ്ട്രീയം ഒരു ദ്വികക്ഷി സംവിധാനമായിരുന്നു. അതിനാണ് മാറ്റം വന്നത്. നടൻ വിജയുടെ പാർട്ടിയായി തമിഴക വെട്രിക്കഴകം ആദ്യമായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. പതിറ്റാണ്ടുകളായി തമിഴ്നാട് ഭരിച്ചിരുന്ന DMK, AIADMK എന്നീ വൻ ശക്തികളെ പിന്നിലാക്കി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. തുടർഭരണം ഉറപ്പിച്ചിരുന്ന DMK മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് രാഷ്ട്രീയ നിരീക്ഷകർ അട്ടിമറിയായാണ് വിലയിരുത്തുന്നത്. ഭരണവിരുദ്ധ വികാരവും യുവാക്കൾക്ക് TVKയോടുള്ള താൽപര്യവും DMKയുടെ വോട്ടു ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. രണ്ടാം സ്ഥാനത്താണെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ AIADMKയ്ക്ക് സാധിച്ചു. 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. നിലവിലെ കണക്കുകൾ പ്രകാരം TVKയ്ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സ്ഥിതിക്ക് വലിയ കുതിരക്കച്ചവടങ്ങൾക്കും പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾക്കും വഴിവെച്ചേക്കാം. TVKയുടെ നീക്കങ്ങൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. DMKയ്ക്കൊപ്പം നിന്നിരുന്ന പല കക്ഷികളും മുന്നണി മാറ്റത്തിന് ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സ്വന്തം തട്ടകമായ കൊളത്തൂരിൽ ദയനീയമായി പരാജയപ്പെട്ടു. DMKയിൽ നിന്ന് രാജിവെച്ച് TVKയിൽ ചേർന്ന VS ബാബുവാണ് സ്റ്റാലിനെ അട്ടിമറിച്ചത്. 2011 മുതൽ സ്റ്റാലിൻ കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലമാണ് കൊളത്തൂർ. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത് അപൂർവ സംഭവമാണ്. സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ മണ്ഡലമായ ചെപ്പോക്കിൽ വിജയം നിലനിർത്തി. DMKയുടെ പല മന്ത്രിമാരും തോറ്റു. വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും മികച്ച വിജയം നേടി. മുൻ മുഖ്യമന്ത്രിയും AIADMK നേതാവുമായ എടപ്പാടി K പളനിസ്വാമി തന്റെ മണ്ഡലമായ എടപ്പാടിയിൽ മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. സേലം, കോയമ്പത്തൂർ, ഈറോഡ് തുടങ്ങിയ പടിഞ്ഞാറൻ മേഖലകളിൽ AIADMK തങ്ങളുടെ ശക്തി തെളിയിച്ചു. പലയിടങ്ങളിലും TVK AIADMKയുടെ വോട്ടു ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയെങ്കിലും കേഡർ വോട്ടുകൾ സംരക്ഷിക്കാൻ EPSന് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.